പൊതുവേ അത് അങ്ങനെ തന്നെയാണല്ലോ. നൈറ്റ് ഡ്യൂട്ടി തുടങ്ങുന്ന നന്നായിരിക്കും. നമുക്ക് ഓരോ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരിക. ഇന്നിപ്പോ വൈകുന്നേരമായപ്പോ ഒരു ചിന്ത, അമ്പലത്തിൽ പോയാലോ. അപ്പൊ പിന്നെ ഓടിപ്പോയി ഒരു കുളിയും ബാസാക്കി. ഈടായിട്ട് എന്താണെന്ന് അറിയില്ലടോ, ഭയങ്കര ചിന്ത. കേട്ടവരെല്ലാരും ഒരേ സ്വരത്ത് പ്രായം കൂടി വരല്ലേ, അതുകൊണ്ടായിരിക്കും. ആയിരിക്കോ? അതെന്തെങ്കിലും ആവട്ടെ. വിഷയം എന്താന്ന് വെച്ചാ മടിയാടോ, ഒടുക്കത്തെ മടി. ആൾക്കാരോട് മിണ്ടാൻ മടി, അവരടുത്ത് പോവാൻ മടി, അവരോട് ചിരിക്കാൻ മടി, എന്തിനു പറയുന്നു അവരോട് സംസാരിക്കാൻ തന്നെ മടി. എങ്ങാനും നേരെ പോയാൽ അവരോട് സംസാരിക്കേണ്ടി വരുമോ എന്ന് ആലോചിച്ച് ഇപ്പൊ വളഞ്ഞ വഴിയാ പോക്ക്. ബൈ ദ ബൈ, ഞാൻ പറഞ്ഞു വന്നത് ആ വളഞ്ഞ വഴിയല്ലാട്ടോ. എന്തെങ്ങനെയൊക്കെയെന്ന് ഞാൻ കുറേ ഇരുന്ന് ചിന്തിച്ച്, എന്നിട്ടും എനിക്ക് പിടികിട്ടിയില്ല. അപ്പൊ ഞാൻ എന്റെ 2 ഫ്രണ്ട്സിനോട് ഈ കാര്യത്തിനെ പറ്റി സംസാരിച്ചപ്പോഴാണ് സംഗതി പിടികിട്ടിയത്. ഇത് എനിക്ക് മാത്രമുള്ള അസുഖമല്ലടോ, ഏകദേശം എന്റെ പ്രായമായ എല്ലാവർക്കും ഈ അസുഖം ഉണ്ട്. ഈ അസുഖത്തിന് എന്തോ ഒരു പേരൊരു പറഞ്ഞു. കിട്ടിപ്പോയി. ഇതിന്റെ പേരാത്രേ തള്ള വൈബ്. ഈ അസുഖത്തിന് മറ്റു പല ലക്ഷണങ്ങളും കൂടെ ഉണ്ട്. പറഞ്ഞത് വെച്ച് നോക്കിയപ്പോ അതൊക്കെ എനിക്കുണ്ടെന്നേ. ആര് ഫോൺ വിളിച്ചാലും അധികം നേരം സംസാരിക്കാൻ വയ്യ, കൂടി പോയ 2 മിനിറ്റ്. വീട്ടിലെ കൊലയിൽ കാല് നിട്ടിരിക്കുമ്പോഴേ പുറത്തുനിന്ന് ആരെങ്കിലും വരുന്ന ഒച്ച കേട്ടാ ഓടി അകത്തേറി വാലടിക്കുന്ന സ്വഭാവം. എങ്ങനെ ഓരോ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കേണ്ടി വന്നാലോ, അതാണ് ഇതിൽ ഏറ്റവും വലിയ ടെൻഷൻ. ഇത്രയധികം ലക്ഷണങ്ങളിൽ ഒരു രോഗത്തിന് അടിമയാണ് ഗൈസ് ഞാൻ. എന്നെ പോലെ ഇതേ ലക്ഷണങ്ങളിൽ ആൾക്കാർ എനിക്കൊന്നേ പറയാനുള്ളൂ. വെൽക്കം ടു തള്ള വൈബ്.